ഗാസയിലെ റഫേൽ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം വ്യാപക ഷെല്ലാക്രമണം നടത്തി. കരയുദ്ധത്തിന് മുന്നോടിയായാണ് ഇതെന്ന് വിലയിരുത്തുന്നുണ്ട്. അന്താരാഷ്ട്ര മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് റഫേൽ കരയാക്രമണവുമായി മുന്നോട്ടു പോകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗാസയിൽ 24 മണിക്കൂറിനിടെ 51 പേർ കൊല്ലപ്പെടുകയും 75 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ഗാസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 34,356 ആയി. 77,368 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മസ്ജിദുൽ അക്സയിൽ ജുമുഅ നമസ്കാരത്തിനെത്തിയ നിരവധി പലസ്തീനി യുവാക്കളെ ഇസ്രായേൽ സൈന്യം തടഞ്ഞു. ചിലരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 1000-ലേറെ ഇസ്രായേലി കുടിയേറ്റക്കാർ മസ്ജിദുൽ അക്സയിലേക്ക് അതിക്രമിച്ചു കയറി ആരാധന നിർവഹിച്ചിരുന്നു. വെസ്റ്റ് ബാങ്കിലെ നുസൈറാത്തിൽ പലസ്തീനിയെ ഇസ്രായേൽ പൗരൻ വെടിവെച്ച് കൊലപ്പെടുത്തി. റഫാ തീരത്ത് പലസ്തീനി മത്സ്യത്തൊഴിലാളിയെ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മറ്റൊരാൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. അതേസമയം തെക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരണാസന്നയായ അമ്മയുടെ ഉദരത്തിൽ നിന്ന് രക്ഷിച്ച കുഞ്ഞ് മരിച്ചു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷം റാഫയിലെ ആശുപത്രിയിൽ സിസേറിയനിലൂടെയാണ് കുഞ്ഞ് സബ്രീൻ അൽസ്കാനിയെ പ്രസവിച്ചത്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ റാഫയിലുണ്ടായ 2 വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട 16 കുട്ടികളിൽ ബേബി സബ്രീനും ഉൾപ്പെടുന്നുണ്ട്. ഇവർ താമസിച്ചിരുന്ന ഭവന സമുച്ചയത്തിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിലാണ് എല്ലാവരും കൊല്ലപ്പെട്ടത്. ഹമാസ് പോരാളികളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് മുൻപ് അൽ സഖാനി കുടുംബത്തിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടക്കുമ്പോൾ സബ്രീന്റെ അമ്മ 7 മാസം ഗർഭിണിയായിരുന്നു. അവൾക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ഭർത്താവ് കൊല്ലപ്പെടുകയും ചെയ്തു. എന്നാൽ രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തിയപ്പോഴേക്കും കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവിച്ചിരുന്നു. അവർ സബ്രീനെ ആശുപത്രിയിൽ എത്തിച്ചു. പ്രസവ ശുശ്രൂഷകളും നടത്തി. കുഞ്ഞ് സബ്രീൻ സ്ഥിരത കൈവരിക്കുകയും ആരോഗ്യം ക്രമേണ മെച്ചപ്പെടുകയും ചെയ്തിരുന്നു. കൂടാതെ ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ വ്യവസ്ഥകൾ അവതരിപ്പിക്കാൻ ഇസ്രായേലി സുരക്ഷാ ക്യാബിനറ്റ് യോഗം ചേർന്നിരുന്നു. ഇസ്രായേലി മധ്യസ്ഥർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മന്ത്രിസഭയ്ക്കും മുന്നിൽ പുതിയ പദ്ധതി അവതരിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇത് മധ്യസ്ഥർ മുഖേന ഹമാസിന്റെ മുന്നിൽ അവതരിപ്പിക്കാനാണ് തീരുമാനം. പുതിയ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല. അതേസമയം കരാറിന്റെ ഭാഗമായി 20 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണമെന്ന ആവശ്യം ഇതിൽ അടങ്ങിയിട്ടുള്ളതായി ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. നേരത്തെ 40 ബന്ദികളെ മോചിപ്പിക്കണം എന്നായിരുന്നു ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നത്. ഗാസയിൽ ആഴ്ചകൾ നീളുന്ന വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്നും ഈ കാലയളവിൽ ഇസ്രായേൽ സൈനികരെ പിൻവലിക്കുമെന്നും നിർദ്ദിഷ്ട കരാറിലുമുണ്ട്. അതേസമയം ബന്ദികളെ വിട്ടയക്കുന്നതിന് പകരം എത്ര പലസ്തീനികളെ മോചിപ്പിക്കുമെന്നത് കരാറിലില്ല. കരാർ നിലവിൽ വന്നതിന് ശേഷമാകും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ. കരാറിന്റെ കാലാവധി തീർന്നാൽ ആക്രമണം വീണ്ടും ആരംഭിക്കുമെന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. ഈജിപ്ഷ്യൻ പ്രതിനിധി കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെത്തി കരാറിലെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് വിവരങ്ങൾ. കൂടാതെ തെക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരണാസന്നയായ അമ്മയുടെ ഉദരത്തിൽ നിന്ന് രക്ഷിച്ച കുഞ്ഞ് മരിച്ചു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷം റഫയിലെ ആശുപത്രിയിൽ സിസേറിയനിലൂടെയാണ് കുഞ്ഞ് സബ്രീൻ അൽസ്കാനിയെ പ്രസവിച്ചത്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ റാഫയിലുണ്ടായ 2 വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട 16 കുട്ടികൾ ബേബി സബ്രീനും ഉൾപ്പെടുന്നുണ്ട്. ഇവർ താമസിച്ചിരുന്ന ഭവന സമുച്ചയത്തിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിലാണ് എല്ലാവരും കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.